നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിക്ക് മന്ത്രിസഭയുണ്ടാക്കാൻ ചിന്തിക്കാൻ പോലും സമയം നൽകാതെ നരേന്ദ്രമോദി. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ മോദിക്കൊപ്പം കല്ല് പോലെ നിൽക്കുന്നുമുണ്ട്. അതേസമയം BJP എംപിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. നാളെ എല്ലാ NDA എംപിമാരുടെയും യോഗത്തിന് മുന്നോടിയായി പാർട്ടി എംപിമാരുടെ യോഗം BJP വിളിച്ചിരിക്കുകയാണ്. വൈകിട്ട് BJP ആസ്ഥാനത്താണ് യോഗം ചേരുക. ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് BJPയുടെ നീക്കം. നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന NDA എംപിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. അതേസമയം പ്രധാന സഖ്യകക്ഷികളായ TDPയുമായും JDUവുമായും BJP നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പീയൂഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുവുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന NDA യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. നരേന്ദ്രമോദിയെ NDA യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുത്തത് എന്നാണ് നേതാക്കൾ അറിയിച്ചത്. നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു. ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ JDUവും TDPയും പിന്തുണ കത്ത് നൽകുകയും ചെയ്തു. ശിവസേന അടക്കമുള്ള പാർട്ടികളും പിന്തുണ കത്ത് നൽകി. എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ JDUവും TDPയും തീരുമാനം അറിയിച്ചതായും വിവരമുണ്ട്. അതേസമയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. അയൽരാജ്യ തലവന്മാരെ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. റനിൽ വിക്രമസിംഗയെ ക്ഷണിച്ചുവെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് മോദിയുടെ ക്ഷണമുണ്ട്. അതേസമയം ഭൂട്ടാൻ രാജാവിനോടും നേപ്പാൾ പ്രധാനമന്ത്രിയോടും മോദി ഫോണിൽ സംസാരിച്ചതായാണ് വിവരം. എന്നാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടോ എന്ന് വ്യക്തമല്ല. വ്ളാദിമിർ പുടിനും ഋഷി സുനക്കും മോദിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 2014 ചടങ്ങിൽ സർവ്വ നേതാക്കളും പങ്കെടുത്തിരുന്നു. 2014 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാലിദ്വീപ് പ്രധാനമന്ത്രിയും അടക്കം എല്ലാ തലവന്മാരെയും ചടങ്ങിന് എത്തിയിരുന്നു. 2019 ചില അയൽരാജ്യ തലവന്മാർ അടക്കം 8 രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ചന്ദ്രബാബു നായിഡുവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇന്ത്യ സഖ്യകക്ഷിയുമായ MK സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തി. ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വർഷങ്ങളായുള്ള സൗഹൃദമാണെന്നായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സ്റ്റാലിന്റെ പ്രതികരണം. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആവേശം നായിഡു സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ ആ ഒരു അവകാശവും അദ്ദേഹം സംരക്ഷിക്കുമെന്നും അതിൽ ഉറപ്പുണ്ടെന്നും സ്റ്റാലിൻ പ്രതികരിച്ചു. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി ദില്ലിയിൽ വാദിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമാണിത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന NDA യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. നരേന്ദ്രമോദിയെ NDA യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായിട്ടാണെന്നും നേതാക്കൾ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ JDUവും TDPയും പിന്തുണ കത്ത് നൽകുകയും ചെയ്തു.